മെഗ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ തിരുവനന്തപുരത്തെ സഖാക്കൾ പിണറായി വിജയനെ കേൾക്കാൻ മീഡിയകൾക്ക് താല്പര്യമില്ല എന്ന് പരാതി പറഞ്ഞത്. അത് ശരിക്കും ഉള്ളത് തന്നെയല്ലേ? കാരണം ഇദ്ദേഹത്തിന്റെ അടുത്ത് ബൈറ്റുമായി അല്ലെങ്കിൽ ഈ ഒരു അഭിപ്രായം ചോദിച്ചു ചെല്ലുന്ന മാധ്യമ പ്രവർത്തകരെ ആട്ടുന്ന ആ ഒരു പ്രവണത, അത് പ്രതിപക്ഷ നേതാവായി താഴ്ന്നിട്ടും ആ ഒരു പ്രവണതയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ല. എന്തോ പ്രതിപക്ഷ നേതാവായിട്ട് താഴ്ന്നിട്ടെന്നൊക്കെ പറയാൻ അതൊരു നല്ലൊരു പൊസിഷൻ അല്ലേ? ഈ പറഞ്ഞ എല്ലാ പദവികളും ഉള്ളൊരു പൊസിഷൻ തന്നെയാണ്. താഴുക എന്നൊന്നുമില്ല. ഞങ്ങളുടെ സഖാവ് അന്തസ്സായിട്ട് പത്രസമ്മേളനം വിളിക്കും, പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയും. വേണ്ടുന്ന ചാനലുകൾ വരിക, ദൃശ്യങ്ങൾ പകർത്തുക, നിങ്ങൾക്ക് വേണ്ടതുപോലെ കണ്ടന്റ് ആക്കുക. ഇല്ലാതെ ഞങ്ങളുടെ സഖാവ് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വണ്ടി കയറാൻ പോകുമ്പോഴും ഒക്കെ വെറുതെ മൈക്കുമായിട്ട് വന്നാൽ അങ്ങനെ ഞങ്ങൾ പലതും പറഞ്ഞു നോക്കിയിരിക്കും. അല്ല, ഒരുപക്ഷെ ഇദ്ദേഹത്തിന് പറയാനുള്ളത് മാത്രം പറഞ്ഞു ഇതാക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പത്രക്കുറിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു സ്ഥലത്ത് ഇതുപോലെ പത്രസമ്മേളനം വിളിച്ച് പറയണം. അല്ലാതെ ഈ ഒരു മുന്നിൽ വരുന്ന മാധ്യമങ്ങളെ അവഹേളിക്കുക അല്ലെങ്കിൽ കിടക്ക് പുറത്തെന്ന് പറയുക, ഇതെല്ലാം ഏകദേശം ഒരു മാടമ്പിത്തരം. അത് മാടമ്പിത്തരം തന്നെയാണ്. ആ ഒരു മാടമ്പിത്തരത്തിന്റെ അംശം ഇതുവരെയായിട്ടും വിട്ടുപോയിട്ടില്ല എന്നുള്ളതിന്റെ ഒരു തെളിവല്ലേ? എന്ത് മാടമ്പിത്തരം? അദ്ദേഹം ഒരു റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും മൈക്കും ഒക്കെ ആയിട്ട് പെട്ടെന്ന് വന്ന് നിൽക്കുമ്പോൾ സെലിബ്രിറ്റീസിന് മാത്രമേ ഈ വിഷമം മനസ്സിലാക്കുകയുള്ളൂ. ആഷിഖിനും എന്നെ പോലത്തെ സാധാരണക്കാർക്ക് ഇപ്പോൾ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ വന്ന് ഇതുപോലെ മൈക്കുമായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് നമുക്ക് അറിയില്ല. അപ്പൊ ആദ്യമൊക്കെ നമുക്ക് സന്തോഷം തോന്നുമായിരിക്കും, കൊള്ളാം മാധ്യമങ്ങൾ എൻ്റെ പുറകെ വരുന്നു എന്നൊക്കെ തോന്നും. പക്ഷെ ഒരു 30 വർഷമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്താലും മാധ്യമങ്ങൾ ഇങ്ങനെ പുറകെ നടക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിന്റെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട. ഇങ്ങനെ ഞങ്ങളുടെ സഖാവിന്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ സഹിക്കുമെന്നാണ് ആഷിഖ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ സഖാവ് പറഞ്ഞു, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങോട്ട് പറയും. വടിയും പിടിച്ച് എൻ്റെ പിന്നാലെ ഒന്നും വരണ്ട, പറയാനുള്ളത് പറയുന്ന ഒരു മനുഷ്യന് കൊടുക്കേണ്ട മിനിമം റെസ്പെക്റ്റ് കൊടുക്കണം. അദ്ദേഹത്തിന് എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ പ്രശ്നം ഇതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വെല്ലുവിളിക്കോ അല്ലെങ്കിൽ ഈ ഒരു മേനി പറച്ചിലിനോ അതിൻ്റെതായിട്ടുള്ള ഒരു കുറവൊന്നും വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം. കാരണം ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവിനെ ഒരു പരസ്യ സംവാദത്തിന് വിളിച്ചത് ഓർമ്മയുണ്ടല്ലോ. അത് പക്ഷേ അത് നേരിട്ടല്ല, ഒരു മൈതാനത്ത് ഒരു 2 കസേരയ്ക്ക് അപ്പുറം ഇപ്പുറത്തും വിളിച്ച് സംവാദമല്ല, ഫേസ്ബുക്കിലൂടെ ഉള്ള ഒരു സംവാദമാണെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ അദ്ദേഹം ആ ഒരു തലത്തിൽ നിന്ന് ഇപ്പോഴും ആ ഒരു തരി പോലും മുന്നോട്ട് പോയിട്ടില്ല. എന്താണത്? അനാവശ്യ കമന്റുകളൊന്നും വേണ്ട, പറയാനുള്ളത് പറഞ്ഞിട്ടൊക്കെ പോയാൽ മതി. ഇപ്പൊ എന്തിനാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ജനം ചവിട്ടി പുറത്താക്കി ഇറങ്ങെന്ന് പറഞ്ഞ് കിടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കി വിട്ടു. അദ്ദേഹത്തെ എന്തിനാണ് ഇനി ഇങ്ങനെ വേട്ടയാടുന്നത്? അദ്ദേഹം കഴിഞ്ഞ ദിവസം കള്ളാടിയിൽ മുണ്ട് മടക്കി കുത്തി നടക്കുന്ന ഒരു ഓറയൊക്കെ നിങ്ങൾ കണ്ടില്ലേ? എന്നിട്ട് വീണ്ടും ഇങ്ങനെ അതും ഇതും ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രിപ്പയർ ചെയ്ത് എഴുതി നിയമസഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കെ രാജനെ പോലുള്ള ആൾക്കാരൊക്കെ കൂടെ ഉണ്ട്. കുപ്പിയിലൊക്കെ തെളിവാക്കി കൊടുക്കും. അതൊക്കെ കൊണ്ട് നിയമസഭയിൽ അവതരിപ്പിക്കുക. അദ്ദേഹത്തിന്റെ മോഡസ് ഓപ്പറാണ്ടി നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. നിങ്ങൾ പഴയ പ്രതിപക്ഷ നേതാവ് നമ്മുടെ VD സതീശനെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ജോണറാണ്. നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാകാനുള്ള പ്രായോഗിക ബുദ്ധി കേരളത്തിലെ മലയാളികൾക്കില്ല. ഞങ്ങളുടെ സ്വരാജ് സഖാവ് പറഞ്ഞതുപോലെ ജനം അരാഷ്ട്രീയവാദികളാണിടോ. അതുകൊണ്ട് ഞങ്ങളുടെ സഖാവിന്റെ രീതികൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നിങ്ങളൊക്കെ പറയുന്നത് ധാർഷ്ട്യത്തിന്റെ ഭാഷ എന്ന്. ഒരു നേതാവുമ്പോ അങ്ങനെയൊക്കെ വേണ്ടേ? തീർച്ചയായും. സാധാരണക്കാരുടെ കമ്മ്യൂണിസ്റ്റ് നേതാവുമ്പോ ധാർഷ്ട്യമില്ലാത്ത നേതാവ് എന്ന് പറയുമ്പോൾ ഉപ്പില്ലാത്ത കഞ്ഞിവെള്ള പോലെയാണ്. തീർച്ചയായിട്ടും. അപ്പം ഞാൻ സംസാരിക്കുന്ന പോലെ, ആഷിഖ് സംസാരിക്കുന്ന പോലെ ഇങ്ങനെ 2 കസേരയിട്ടൊക്കെ ഇരുന്ന കേൾക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവൂലേ അങ്ങനെയൊക്കെ ആയാൽ എങ്ങനെയാ ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ? അതും കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്ന് ഉദിച്ചു വന്ന വിപ്ലവ സിംഹമൊക്കെ സാധാരണക്കാരൻ്റെ ഭാഷയിൽ സംസാരിച്ച് വേറിട്ട് നിൽക്കണം എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ ഇത്രയും പ്രായമായി, ഇനി നിങ്ങൾ ആരെയാണ് പഠിപ്പിച്ച് മാറ്റാൻ നോക്കുന്നത്? അതുകൊണ്ട് ഞങ്ങളുടെ സഖാവിനെ ഒരു പ്രസ്ഥാനമായി തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് വെറുതെ വിടുക. അദ്ദേഹത്തിന്റെ ജീവിതം ജീവിച്ചോട്ടെ. സാധാരണക്കാരന്റെ സംസാരം അല്ലെങ്കിൽ സാധാരണക്കാരന്റെ നാടൻ ശൈലി സംസാരിക്കാൻ ഇവിടെ നമുക്ക് മറ്റൊരു ആളുണ്ടല്ലോ. ആരായിരിക്കും? അദ്ദേഹത്തേക്ക് നമ്മൾ ഷെഡി കയറ്റിയായിരുന്നല്ലോ. ഇപ്പൊ എന്തെങ്കിലും പറയാറുണ്ടോ? ആഷിഖിനെ ആലോചിച്ച് നോക്ക്, എത്ര നാളായി.
ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ അഭിമന്യു രക്തസാക്ഷി ദിനത്തിൽ അദ്ദേഹം വന്ന് ശരി. പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അത് ആ ഒരു കൃത്യം നടന്നത് ഇടുക്കിയിലായിരുന്നെങ്കിൽ നടത്തിയവനെ കിടത്തിക്കൊണ്ട് പോയനെ എന്നുള്ള ഒരു പ്രസ്താവന അദ്ദേഹം ഇറക്കിയിരുന്നു. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് അദ്ദേഹം ഞങ്ങളുടെ കിറ്റ് വാങ്ങി നോക്കിയിട്ട് നീയൊക്കെ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിന് ശേഷമാണ് ഞങ്ങളുടെ സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തെ നേരിട്ട് പിടിച്ച് ഇനി മേലെ വാ തുറന്ന ഷെഡി കയറ്റുമെന്ന് പറഞ്ഞത്. അപ്പോൾ കുറെ നാള് എം മണിയും അതുപോലെ AK ബാലനും പോലുള്ള നേതാക്കളൊക്കെ മിണ്ടാണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോ ഈ വലിയ ഗർജിക്കുന്ന സിംഹത്തിന്റെ ഞങ്ങളുടെ സഖാവ് ഇപ്പോഴും ഗർജിക്കുന്ന സിംഹമൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു പല്ല് പോയതുകൊണ്ട് ഈ പറഞ്ഞ മുൻ മന്ത്രിമാരും ഇവരൊക്കെ ഇങ്ങനെ തല പൊക്കിയിട്ടുണ്ട്, വീണ്ടും ഈ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അഭിമന്യുവിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്. എം മണിക്കൊക്കെ ഒരു വിരിവിരിപ്പാണ്, എന്ത് ചെയ്യേ. അല്ല ഇന്ന് എന്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാന്ന് വിചാരിച്ചാണ് അദ്ദേഹം എഴുതിയേക്കുന്നത്. അതെ, നേരത്തെ ഞാൻ ഉദ്ദേശിച്ചത് AK ബാലനല്ല, സജി ചെറിയാനായിരുന്നു. ഒരു തിരുത്തുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ എന്താണ് താക്കീത് കൊടുത്തത് സജി ചെറിയാനും അതുപോലെ M മണിക്കോട്. നമ്മൾ തെറ്റുകൾ തിരുത്തണം, പക്ഷെ ഞങ്ങളുടെ സഖാവ് തെറ്റുകൾ തിരുത്താറില്ല. ഞങ്ങളുടെ സഖാവിൻ്റെതായ രീതിയുണ്ട്. പിടിച്ച പോയല്ലോ 3 കൊമ്പെന്ന് പറഞ്ഞ പോലെയാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴും നിലപാട്. അതിൽ വലിയ മാറ്റമൊന്നും വരുന്നില്ലല്ലോ. ഇതൊക്കെ വെറും വസ്തുതാവിരുദ്ധമായ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മാത്രമാണ്. താത്വികമായ അവലോകനമൊക്കെ നടത്തുമ്പോൾ ഉണ്ടല്ലോ, കഴിഞ്ഞ 10 വർഷം ഒരാൾക്ക് തുടർച്ചയായി മുഖ്യമന്ത്രി ആകണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെയല്ലേ വിജയിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ മുന്നണിയൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടാകാം, പക്ഷെ അദ്ദേഹം തന്നെയല്ലേ ജയിച്ചത്. 10 വർഷം കേരളം ഭരിച്ചു. അതുപോലെ എത്ര പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് കേരളത്തെ കൈവെള്ളയിൽ തൂക്കിയെടുത്ത് കപ്പലിനകത്തിട്ട് വണ്ടി ഓടിച്ചു പോയി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ലൊരു അവാർഡൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ ഇരുത്തണം. പിന്നെ ജോക്സ് അപ്പാർട്ട്, അദ്ദേഹത്തെ ഇങ്ങനെ വേട്ടയാടാതിരിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം ഓൾറെഡി കുന്തോങ്കണ്ടൻ്റെ പുറകെ വരരുതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് മിണ്ടാണ്ട് എന്ന് വണ്ടി കയറുമ്പോൾ വണ്ടിയെ വാതിലടയ്ക്കാൻ സമ്മതിക്കാതെ ഇങ്ങനെ മൈക്കൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, നിങ്ങൾക്ക് ന്യൂസ് വേണമെന്ന് വെച്ചാൽ എനിക്ക് വാതിലടക്കണ്ടേ? അല്ലാതെ മറ്റേ സിനിമയ്ക്കകത്ത് സുരാജ് വെഞ്ഞാറമൂട് ഡോറ് ഇല്ലാണ്ട് പോകുന്നത് പോലെ അദ്ദേഹത്തിന് ഡോർ ഇളക്കി വെച്ച് പോകാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് മാധ്യമങ്ങൾ സംയമനം പാലിക്കണം. നമുക്ക് മനസ്സിലാകും അദ്ദേഹം വാ തുറന്നാൽ നമുക്ക് വാർത്തയാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് പിണക്കമാണെന്ന്. കാരണം ഇന്നലത്തെ ആ ഒരു പ്രസ് മീറ്റിൽ ഒരു മീഡിയ പോലും പങ്കെടുത്തില്ല. ഈവൻ റിപ്പോർട്ടറോ അല്ലെങ്കിൽ ന്യൂസ് മലയാളം പോലും നേരെ ഒന്നും പങ്കെടുത്തില്ല. അതിൻ്റെതായിട്ടുള്ള ഒരു പിണക്കം അദ്ദേഹത്തിന് ഉണ്ടാവും. അതായിരിക്കും പരസ്യമായിട്ട് പ്രകടമായത്. നിങ്ങളെ ഈ കോലുമായിട്ട് എൻ്റെ പുറകെ വരണ്ട, വിളിച്ചപ്പോൾ വരണമായിരുന്നു, ഇപ്പൊ എൻ്റെ പുറകെ വരണ്ട എന്ന് അദ്ദേഹം പറഞ്ഞത്. അതായിരിക്കും. കാരണം ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരാളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം കേട്ടില്ല, ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇനി എന്തുവായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ പടർന്നെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയൊക്കെ ദേഷ്യം വരും. അപ്പൊ എനിക്ക് അങ്ങനെയൊക്കെ ദേഷ്യം തോന്നാമെങ്കിൽ അത് നിങ്ങൾ ധാർഷ്ട്യമെന്ന് വിളിക്കില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇതൊന്നും ധാർഷ്ട്യം എന്ന് വിളിക്കരുത്. ഇതൊക്കെ സാധാരണ ശൈലിയാണ്. കണ്ണൂരിന്റെ കാറ്റിന്റെ പ്രശ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചാലൊക്കെ തിരുവനന്തപുരത്തായിരുന്നെങ്കിൽ പോലും നമ്മൾ ജനിച്ച സ്ഥലം നമ്മൾ മറക്കുന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ഇതൊന്നും ധാർഷ്ട്യമൊന്നുമല്ല. ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് ഇതെല്ലാം മാധ്യമ സൃഷ്ടികൾ മാത്രമാണ്. അദ്ദേഹത്തെ ഇനിയെങ്കിലും ഉപദ്രവിക്കാതിരിക്കൂ പ്ലീസ്.